ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് പിസ്സേൻ്റെ ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തു, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തത് കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഇടാം. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ ഓയിൽ ഒഴിക്കുക. അത് നന്നായി കുഴച്ചെടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇത് ബർഗറൊക്കെ ഉണ്ടാക്കുന്ന പാറ്റിയാണ്. അതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറേ എണ്ണയൊന്നും ഒഴിക്കേണ്ട, കാരണം ഇത് ചൂടാകുമ്പോൾ തന്നെ അതിൽ നിന്ന് എണ്ണ ഇങ്ങനെ വരും. അപ്പോൾ 2 സൈഡൊന്ന് മൊരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതില്ലെങ്കിൽ ചിക്കൻ്റെ പീസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇത് മൊരിപ്പിച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഒരെണ്ണത്തിന് 4 ആക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് നേരത്തെ കുഴച്ച് വെച്ചിരുന്നില്ലേ, അതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത് ഒന്നുകൂടെ ഞാൻ കുഴച്ചെടുക്കുക കേട്ടോ. ഞാൻ കുഴച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ കുഴക്കുമ്പോൾ വെള്ളം പാകത്തിന് ഒഴിച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഒരു 15 ഉരുള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ആദ്യം ഒരെണ്ണം പരത്തിയിട്ട് ഒന്ന് മാറ്റിയേക്കാം. പിന്നെ മറ്റൊരു ഉരുള എടുത്തിട്ട് ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക. ഇതേ അളവിൽ തന്നെ വട്ടത്തിൽ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സോസ് തേക്കണം. ഞാൻ പിസ്സ സോസാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ട് 4 ഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ പിസ്സ സോസ് തന്നെ തേച്ചാലാണ് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. സാധാരണ ടൊമാറ്റോ കെച്ചപ്പ് ഒന്നും തേച്ച് കഴിഞ്ഞാൽ ഈ പിസ്സേൻ്റെ ടേസ്റ്റ് വരില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ബർഗറിൻ്റെ പാറ്റിയില്ലേ, അത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറില്ല ചീസും കൂടെ വെച്ചെടുക്കുക. പിന്നെ ഏറ്റവും മുകളിൽ ഒറിഗാനോ കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, കുറേയൊന്നും വേണ്ട. അതിന് ശേഷം നമ്മൾ പരത്തി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റൊക്കെ ഒന്ന് അമർത്തിയിട്ട് പിന്നെ ആ സെൻറ്ററിലും ഒന്ന് അമർത്തി കൊടുക്കുക. നമ്മൾ ആ പരത്തിയ കുഴലിൽ വെച്ചിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഒന്ന് അമർത്തിയെടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരൊറ്റ പരത്തലിന് തന്നെ നമുക്ക് ഇപ്പോൾ 4 സ്നാക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്ന് എടുത്തിട്ട് ഒരു ഷേപ്പ് ആക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടിപ്പോയത് കൊണ്ടാണ് ഞാൻ പൊടി ഇങ്ങനെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ട്രയാങ്കിൾ ഭാഗം ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഈ ഒരു രീതിക്കൊന്ന് ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയാൽ മതി. 2 സൈഡിൽ നിന്ന് ഇങ്ങനെ നടുക്കിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് 2 അറ്റത്തെ മാവും ഒന്ന് വലിച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിയെടുക്കുക, ഒന്നിങ്ങനെ പിരിച്ചെടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതവിടെ അങ്ങനെ ലോക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഉരുളകളും നമുക്ക് ഇതേപോലെ പരത്തിയിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട, പെട്ടെന്ന് ഇത് കരിയും. അപ്പോൾ ചെറിയ തീയിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ പിസ്സ ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ. ഇത്രേ പണിയുള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.